പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ അദ്ദേഹം ഇപ്പോൾ 5 ദിവസമായി നിലവിൽ ഒളിവിലാണ് കഴിയുന്നത്. അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം നിരന്തരമായി പോരാടി അല്ലെങ്കിൽ ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു രാഹുൽ ഈശ്വർ. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇപ്പോൾ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലടക്കം അപമാനിച്ചു എന്ന തരത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ബ്ലോഗർ മുകേഷ് നായരാണ്. എന്താണ് ഇപ്പോൾ പറയുന്നത്? ന്യായമായ ഒരു കേസല്ലേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇനി അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? നമ്മൾ ന്യായമോ അന്യായമോ എന്നല്ല, പുള്ളി അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഐഡൻറ്റിഫിക്കേഷൻ പുറത്തുവിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വീഡിയോ ഉണ്ടോ ഇനി വേറെ ഉണ്ടോ എന്ന് അറിയില്ല. നമ്മൾ കണ്ട വീഡിയോകളിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ഈ ഒരു കേസിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, രാഹുലിനെതിരെ വളരെ നിസ്സാരമായ വകുപ്പുകളാണ് ആദ്യം ഇട്ടിരുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സൈബർ സെല്ലിൽ കൊണ്ടുപോയി ഇരുത്തിയതിന് ശേഷം വകുപ്പുകൾ മാറുന്നു. അത് ബെയിലബിൾ ഒഫൻസുകൾ നോൺ ബെയിലബിൾ ആവുന്നു. ഇന്നിതാ രാഹുലിൻ്റെ വീട്ടിൽ ഈ സമയത്ത് ഇപ്പോൾ രാഹുലിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഫാമിലിയായിട്ട് താമസിക്കുന്ന രാഹുലിൻ്റെ വൈഫ് മക്കളെല്ലാം വീട്ടിൽ പുള്ളിയുടെ ഈ മറ്റേ ലാപ്ടോപ്പ് മറ്റു കാര്യങ്ങളൊക്കെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനുശേഷം മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നത്. കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ചോദിക്കും. അങ്ങനെ ജാമ്യത്തിൻ്റെ ഇത് നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ മാക്സിമം ഹറാസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വായി തുന്നി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊരിക്കലും അതിജീവിതയ്ക്കെതിരോ അല്ലെങ്കിൽ ഈ പരാതി കൊടുത്ത സ്ത്രീക്കെതിരോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമല്ല. നമ്മൾ പുരുഷന്മാരുടെ മൗലികമായിട്ടുള്ള അവകാശം, കാരണം വ്യാജ കേസുകൾ, രാഹുൽ ഈശ്വർ തന്നെ ഇതിനു മുമ്പ് 2 വ്യാജ കേസിൽ പെട്ട ആളാണ്. ഒന്ന് ഹണി റോസ് കൊടുത്ത പരാതി, 2 നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ റിനി അവർ കൊടുത്ത പരാതി. ഇപ്പോൾ ഇത് 3ാമത്തെ ഈ അതിജീവിതം, അത് അവരുടെ പേര് നമ്മൾ പറയാൻ പാടില്ല. അപ്പം അവരുടെ പരാതി, അതിന്മേലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അറസ്റ്റിലേക്ക് അദ്ദേഹത്തെ നയിച്ചതിന് പിന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണം, ഈ ഒരു വിഷയത്തിന് മുമ്പ് രാഹുൽ ഈശ്വർ വളരെ ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ടോപ്പിക് ഉണ്ടായിരുന്നു. ആ ടോപ്പിക് ഇപ്പോൾ ഇല്ല. രാഹുൽ മാത്രമാണ് അത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചർച്ചയാക്കിയത്. ഇപ്പം ആ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, ഇത് കാണുന്നവർക്കും അറിയാം. അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ലാത്ത എല്ലാവർക്കും അറിയാം എന്താണ് ആ ടോപ്പിക് എന്ന്. ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല. പക്ഷേ ആ ടോപ്പിക്ക് ഇപ്പോൾ ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതായിരുന്നു എല്ലാവരുടെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണ്. തീർച്ചയായിട്ടും അതിജീവിതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണം, അവർക്ക് നീതി കിട്ടണം, അതിനോടൊപ്പം നമ്മളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു രാഹുൽ ഈശ്വറിനെ ഈ ഒരു കാര്യത്തിൽ ഫ്രെയിം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് തുറപ്പിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണെന്ന് വിശ്വസിക്കുന്നു. അതങ്ങനെ വിശ്വസിക്കാൻ കാരണം, അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരുന്നു. അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് ആണെന്ന് പറയുന്നു. ശേഷം പിന്നെ അത് നോൺ ബെയിലബിൾ ആവും. ഇപ്പം BNS 75 എന്ന് പറയുന്ന ആക്ട് പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നുള്ള ഒരു കുറ്റപ്രകാരമാണ് അദ്ദേഹത്തെ ഇപ്പം അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയ്ക്ക് പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പറ്റുള്ളൂ. അത് മാക്സിമം വൈകിച്ച് പുള്ളിയെ കസ്റ്റഡിയിൽ 3 മുതൽ 6 എത്ര ദിവസം വേണോ കസ്റ്റഡിയിൽ വയ്ക്കാം, അത്രയും ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി മാക്സിമം ഹറാസ് ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പോലീസ് അടക്കം വീട്ടിലെത്തിയിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ. അപ്പോൾ ഈ തെളിവുകളടക്കം ഒളിപ്പിച്ച് വെച്ച് അത് പിന്നീട് പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നു? ഇല്ല, രാഹുൽ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു കള്ളനാണ് രാഹുലാണെങ്കിൽ ആ വീഡിയോ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇടില്ല. രാഹുൽ എന്താണ് ഇത്, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ട്, അവർ ഒരുപക്ഷെ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനാണ്. രാഹുൽ നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ഐപാഡാണ്, അതൊക്കെ പോലീസ് എടുത്തുകൊണ്ട് പോയി ഒരു കസ്റ്റഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം 3 കൊല്ലമെങ്കിലും എടുക്കും. ഈ കേസിൻ്റെ എൻക്വയറി കഴിഞ്ഞിട്ട് 3 കൊല്ലം കൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ വെറുതെ കൈമോശം വരണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം അതിനകത്ത് മോശമായ, ഇപ്പോൾ അദ്ദേഹം ഫോൺ വീഡിയോ അല്ലല്ലോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ പോയി ലാപ്ടോപ്പല്ല അവൻ്റെ വീട് എടുത്തുകൊണ്ട് പോട്ടെ. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ ഒരു കേസിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ, അപ്പം അത്തരത്തിലുള്ള ഒരു ലെസ് ഇൻറ്റൻസിറ്റി ഉള്ള കേസ് വളരെ എന്താ പറയുക, അത് പർവ്വതീകരിച്ച് കാണിച്ച് രാഹുൽ ഈശ്വറിനെ വലിയ കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ്. നമ്മൾ വന്നിരിക്കുന്നത് മെൻസ് റൈറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മിഷൻ മെൻസ് കമ്മീഷൻ, കാരണം ആണുങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള വ്യാജ കേസുകൾ ഇതുള്ള അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ രാഹുൽ കേരളത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഈ ആണുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഭാഗത്ത് കിടക്കില്ലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് രാഹുൽ ചർച്ച ചെയ്തൊരു വിഷയം ആണ് രാഹുലിനെ ഇപ്പോഴും ഈ ഒരു അകത്തിരിക്കാനുള്ള, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനുള്ള കാരണമെന്ന് ഞാൻ മാത്രമല്ല കേരള സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം അപ്സ്റ്റെയർ വേക്കൻ്റ് ഇല്ലാത്ത എല്ലാ മലയാളികളും വിശ്വസിക്കുന്നു. പക്ഷേ ഈ യുവതിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് കൊടുത്തത്, അതായത് വിവാഹിതയാണ്, BJP നേതാവിൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിലുള്ള ലിങ്കൊക്കെ കൊടുത്തത് രാഹുൽ ഈശ്വർ തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ ഒരു ലിങ്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് BJP നേതാക്കന്മാരുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു ആളുടെ ഭാര്യയാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് കണക്ട് ചെയ്തു. ആ രീതിയിലാണ് പെൺകുട്ടികൾ. ഇവിടെ പരാതികൾ എങ്ങനെ വേണോ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ ഒരു പരാതി കൊടുക്കാം, ഇപ്പോൾ ക്യാമറമാൻ. പക്ഷേ ഈ പരാതി പോലീസ് എങ്ങനെ എടുക്കുന്നു, അതിന് ഏതൊക്കെ ചാർജ് എഴുതി കൊടുക്കുന്നു, അദ്ദേഹത്തിന് എതിരെ എഴുതിയിരിക്കുന്ന FIRൽ
ആദ്യം എഴുതിയിരിക്കുന്നതല്ല, പിന്നെ ഇപ്പോൾ വളരെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പരാതി എങ്ങനെ, പക്ഷേ കോടതി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു പരാതി പോകുന്നത്. അപ്പോൾ കോടതിയിൽ ഇതിൽ എന്ത് സത്യസന്ധത, കോടതിയിൽ അവിടെ മെറ്റീരിയൽ ഫാക്ട്സ് ആണ് പരിശോധിക്കുന്നത്. മെറ്റീരിയൽ ഫാക്ട്സിൽ ഏതെങ്കിലും വീഡിയോയിൽ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പുള്ളിയുടെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടോ? പുള്ളിയുടെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന ആളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസിന് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു മാധ്യമ പ്രവർത്തകർ, ഇന്ന് ഇവിടെ വന്നൊരു മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇന്ന് എത്ര മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു? എല്ലാവരും ആവണമെന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു കേസ് ലീഗലി എൻ്റെ വിശ്വാസം അത് സ്റ്റാൻഡ് ചെയ്യില്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ടോ പ്രൂഫോ ഒന്നും പോലീസിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു ആരോപണം മാത്രമാണ് ഇതിങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഏത് BJP നേതാവിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ കൃത്യമായി അതൊരു വലിയ തെളിവാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഇത് ഇങ്ങനെ ഹറാസ് ചെയ്യുന്നതിനോടാണ് നമ്മൾ ഇത്രയും ദിവസം അവിടെ ബുദ്ധിമുട്ടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്യുന്നു, അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു. അതിനോടൊക്കെ നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മൾ ഇനി അത് വളരെ രീതിയിൽ നീട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ നമ്മൾ ശക്തമായ പ്രതിഷേധമായിട്ട് ഈ പറഞ്ഞ പുരുഷ സംഘടനകൾ മുന്നോട്ട് വരും, തീർച്ചയായിട്ടും വരും. നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൂടെ? പക്ഷേ ഈ രാഹുൽ ഈശ്വർ ചെയ്തത് ഇപ്പോൾ നിരന്തരമായി ഈ അതിജീവിതയെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റല്ലേ? നിയമപരമായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൂടെ? നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കൂടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിയമം ഏതു പക്ഷത്താണ്? നിയമം എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടല്ലേ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ, മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് പോലുള്ള സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്? ഇവിടെ ഒരു ജെൻഡർ ബേസ്ഡ് നിയമമില്ല. ജെൻഡർ ഇക്വാലിറ്റി നിയമത്തിലും നിയമ സംവിധാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സംഘടന കൊള്ളില്ലായിരുന്നു. അവിടെ അങ്ങനെ നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ അവിടെ ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ജീവിതം തന്നെ തൊലഞ്ഞു പോകുന്നത് ഒരു പുരുഷൻ്റെ ആണ് എന്ന് വന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അതിൽ ഇടപെട്ടത്. രാഹുൽ ഈശ്വർ ഞങ്ങൾ ആരും കണ്ടില്ല അദ്ദേഹം ഏതെങ്കിലും സൂചനകൾ, വ്യക്തമായ സൂചനകൾ കേട്ടോ. ഇപ്പോൾ ഒരു സ്ത്രീ വിവാഹിതയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ വിവാഹിതയാണ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ സംഭവത്തിനൊരു ചെറിയ ട്വിസ്റ്റ് വന്നത്. അതുവരേക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇവിടെ സോഷ്യൽ മീഡിയയും മറ്റു സമൂഹവും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരും കൊത്തിവലിക്കുക തന്നെയായിരുന്നു. നിർദാക്ഷിണ്യം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല കേട്ടോ, അത് വ്യക്തമായി പറയുന്നു, ഇപ്പോഴും പറയുന്നു, വീണ്ടും പറയുന്നു. സംഘടന മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കോ യാതൊരുവിധ രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് സ്വന്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതൊക്കെ അവരവരുടേതായ രാഷ്ട്രീയമാണ്. പക്ഷേ ആസ് എ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയവുമില്ല. ഇവിടെ അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ, അതും വൺ സൈഡ് മാത്രം കേട്ടുകൊണ്ടാണ്, ഈ സ്ത്രീ വിവാഹിതയാണ് എന്ന ആ ഒരൊറ്റ പ്രസ്താവനയിലാണ് കാര്യങ്ങൾ കുറച്ച് ജനങ്ങൾ അത് എന്താ പറയുക ന്യൂട്രലായി കാണാൻ തുടങ്ങിയത്. അത് ശരി, ഇങ്ങനെയും ഇതിലൊരു കാര്യം കെടുക്കുന്നുണ്ട്. അപ്പോൾ വിവാഹിതയായ ഒരു സ്ത്രീ വിവാഹത്തിലിരിക്കുമ്പോൾ ഒരു പുരുഷനുമായി മറ്റൊരു കാമുകനുമായി പോകുന്നത് ശരിയായിരുന്നു എന്നുള്ള ചോദ്യം അന്ന് പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ. പക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു വിവാഹിതയല്ല എന്ന് രാഹുലിന് അറിയില്ല എന്നുള്ള കാര്യം. സ്റ്റാർട്ടിങ്ങിൽ അറിയില്ലായിരുന്നു. അറിയാമെന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞു. അതെപ്പോഴാണ്? പിന്നീടാണ് അറിയുന്നത്. ഈ FBയിൽ കൂട്ടി റിക്വസ്റ്റ് അയച്ചതിന് ശേഷം അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം മെസ്സേജ് തുടരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു വിവാഹിതയാണ്, പിന്നെ ഈ വീട്ടിൽ നടക്കം ആ BJP നേതാവ് വളരെ മോശം രീതിയിൽ പെരുമാറിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതെ, ഇത് ഞാൻ ഇനി ആ വിഷയത്തിൽ ആ ഒരു കേസിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതൊരു പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നു, ഒരു കോൺസ്പിറസി ആയിരുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. അത് ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ കോടതിക്ക് മുന്നിലോ അല്ലെങ്കിൽ SIT ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അതൊരു പക്ഷേ ഓട്ടോമാറ്റിക്കലി അവർ അന്വേഷിച്ച് കണ്ടെത്താനും സാധ്യതയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് ശരി, അതിന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹം കുറച്ചുകൂടെ ഹൈ മോറൽ കീപ്പ് ചെയ്യേണ്ട വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. അതാണ്. അപ്പോൾ MLA അദ്ദേഹം സമൂഹത്തിനെ മുന്നോട്ട് ഒരു നല്ല എക്സാമ്പിൾ ആയിരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെന്ന് ഞാനിപ്പോഴും തുറന്നു പറയില്ല. അദ്ദേഹം ഒരു റിലേഷനിലായി പോയി
എന്നുള്ളത്. കാരണം അദ്ദേഹം വിവാഹിതനല്ല, സ്വാഭാവികമാണ്. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിന്റെ കുറെ ചീണ്ടുകളാണ് ഇവിടെ എടുത്തു വെച്ചിട്ട് വാട്സ്ആപ്പ് ചാറ്റുകളായിട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ആ ചാറ്റുകൾ പുറത്തു വിട്ടത് അത് അവരല്ലേ പുറത്തു വിട്ടത്. അത് അവിടേക്കാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ. രാഹുൽ ഒരുപക്ഷെ രാഹുലാണ് ഈ ചാറ്റ് പുറത്തു വിട്ടത്, രാഹുൽ അതും വേറൊരു കേസായാണ്. ഇതിപ്പോ അവര് തന്നെ ചാറ്റ് പുറത്തു വിടുന്നു, ഓഡിയോ പുറത്തു വിടുന്നു. ഇപ്പൊ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, റിലേഷൻഷിപ്പ് ലൈഫ് അദ്ദേഹം ഒരുപക്ഷെ അതിൻ്റെ അകത്ത് രണ്ടുപേരും കൂടെ സമ്മതിച്ചുകൊണ്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം ഇന്റർകോഴ്സ് നടന്നു. അതിൽ കുഞ്ഞുണ്ടായിക്കോട്ടെ. അപ്പം ആ കുട്ടി അത് പിൽസ് മുഖ്യമെന്ന് പറഞ്ഞിട്ട് പിൽസ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇനിഷ്യേറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം സംഭവിച്ചു. ഇതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്. ഇപ്പം അതൊക്കെ ഒരു പബ്ലിക് ലൈഫായി മാറി. കാരണം ഇപ്പം എല്ലാവരും ജനങ്ങൾ ഉൾപ്പെടെ അത് ചർച്ച ചെയ്യുന്നു. ഇപ്പം എത്രയോ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആയതുകൊണ്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഒരാളായതുകൊണ്ടും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ഇതിപ്പോൾ വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതിനൊരു ഇൻറ്റൻസിറ്റി ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും ആർക്ക് ഗുണം ചെയ്യും? ഗുണം ചെയ്യേണ്ടവർക്ക് ഗുണം ചെയ്യും. അപ്പോൾ അവരതിനെ മാക്സിമം അതിന് എത്രത്തോളം ഹാർഡാക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്ത് രാഹുൽ ഈശ്വർ ഇതിപ്പോൾ കസ്റ്റഡിയിലാണ്. ഇതിപ്പോൾ നമ്മളിത് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അദ്ദേഹത്തിനെ അനുകൂലിച്ച് പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമ്മളെയും വിളിച്ച് സൈബർ സെല്ലിന് ഭീഷണിപ്പെടും. നമ്മളിതിലൊന്നും അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരാളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുണ്ടായ ഒരു കാര്യങ്ങൾ അത് പബ്ലിക്കായി അതിനുശേഷം പിന്നെ ഇവർ രാഹുൽ അതിനെക്കുറിച്ച് പറയുന്നു, രാഹുലിനെ പിടിച്ച് അകത്തിടുന്നു. ഇത് എന്താണ്? ഇപ്പോൾ രാഹുൽ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റിൽ വൺ ഓഫ് ദ മേജർ റൈറ്റാണ് റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതാണ് രാഹുൽ അവിടെ ചെയ്തത്. പിന്നെ അതിൻ്റെ അകത്ത് അതിജീവിതയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാണ് കേസ് എങ്ങനെ വേണോ കൊടുക്കാം. പക്ഷേ ആ കേസ് അവർ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്തില്ലെങ്കിൽ രാഹുൽ വിൽ ബി ഫ്രീ. ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് അവർ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് എല്ലാവരും നമ്മളിപ്പോൾ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത് എങ്കിൽ ആദ്യം തന്നെ പത്ര റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ ചാനലുകൾക്ക് ബൈറ്റ്സ് കൊടുക്കുകയാണോ ചെയ്യുക? ഐ മീൻ ഓഡിയോ ലീക്കാക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത്? അതാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ ചാറ്റുകൾ, പേഴ്സണൽ ചാറ്റ്, അതായത് ഇദ്ദേഹത്തെ ക്രൂശിക്കണം എന്നുള്ള ആ ഒരൊറ്റ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചത്. മാഡം, ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് നമുക്ക് അറിയാവുന്നതാണ്. നീതി വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോലീസ് സ്റ്റേഷനിലോ, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അടുത്ത് പോകാം, കുഴപ്പമില്ല. കാരണം ഇന്നത് സ്റ്റേറ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം, പരാതി കൊടുക്കാം, അതിലൊന്നും തെറ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അവിടെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ചാനലിൽ പോയിട്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകൾ, ചാറ്റ് ഒക്കെ പുറത്തു വിട്ടുകൊണ്ട് ആദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ക്രൂശിച്ചുകൊണ്ട് എനിക്ക് നീതി വേണം എന്ന് പറയുന്നതിലൂടെ യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്നത് അതിനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നീതി സ്ത്രീക്കും പുരുഷനും വേണം എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. അത് സ്ത്രീക്കും വേണം, പുരുഷനും വേണം. പക്ഷേ നിങ്ങളൊരു വിഭാഗത്തെ മാത്രം ക്രൂശിച്ചുകൊണ്ട് എപ്പോഴും അവരെ തന്നെ കുറ്റവാളികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് മൊത്തം പുരുഷവർഗത്തെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയോട് വളരെ എന്താ പറയുക, യോജിക്കാൻ സാധിക്കില്ല. അതാണ് ഞങ്ങൾ മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സംഘടനയും മെൻസ് കമ്മീഷൻ ഇന്നിപ്പോൾ അത് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു കമ്മീഷൻ വേണ്ടി, മെൻസ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് വേണ്ടി നിലകൊള്ളുന്നൊരു കൂട്ടായ്മയാണത്. ഇനിയിപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചില്ല, അദ്ദേഹം റിമാൻഡിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കും മെൻസ് അസോസിയേഷൻ? ഞങ്ങൾ ഇതുപോലെ തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടേതായ ഒരു പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പണ്ടത്തെ കാലത്തിൽ നിന്ന് ഒരല്പം കൂടെ സ്വീകാര്യത ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പുരുഷനും വേദന അനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് സമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലോട്ട് തന്നെ പോകും. പിന്നെ വരട്ടെ, ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കണോ എന്നുള്ളത് സംഘടനയുമൊക്കെ കൂടി ചേർന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാണ്. പുരുഷന്മാർക്ക് വേണ്ടി നിരന്തരമായി ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അത് നടി ഹണി റോസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കണ്ടതാണ്, കൂടാതെ റിനിയുടെ വിഷയത്തിലായാലും കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താകും, കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി റിമാൻഡിലേക്ക് ആണോ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ബ്ലോഗർ മുകേഷ് നായരൊക്കെ തന്നെ പറയുന്നത് കൂടുതൽ നടപടികളിലേക്ക് ഇവർ പോകും, അത് ഇവരെ അസോസിയേഷനുമായി സംഘടനാപരമായി തീരുമാനിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.